ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ജീവനക്കാരിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ പൂട്ടി ഒരു മുറിയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. പൂട്ടിയിട്ടതിന് ശേഷമായിരുന്നു കവർച്ച. മറ്റ് ജീവനക്കാരോട് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാഷ് കൗണ്ടറിൽ അപ്പോഴുണ്ടായിരുന്ന പണം, ആ പണമാണ് മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. കവർച്ച നടന്നത് ആ പണം മാത്രമാണ്. മറ്റ് ഉള്ളതിലേക്കൊന്നും കടക്കാനായിട്ട് മോഷ്ടാവിന് കഴിഞ്ഞിട്ടില്ല. മുഖമൂടി ഇട്ട് എത്തിയ മോഷ്ടാവാണ് ഇത്തരത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷണം നടത്തിയത്. സൂരജ് സജി വീണ്ടും ചേരുന്നുണ്ട്. സൂരജ്, ഇനി ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പറയൂ. നമുക്ക് പോലീസിനോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ? നമുക്ക് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഇതാണ്. അതായത് ഒരു ഹെൽമറ്റ് ധരിച്ച് ഒരു ജാക്കറ്റ് ധരിച്ചെത്തിയ ആളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഇവരുടെ മൊഴി, ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഈ പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകൾ ഈ മൊഴിയിലില്ല. കാരണം ഈ ഹെൽമറ്റ് അടക്കം ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ആളെ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. സ്വാഭാവികമായി ഒരു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പരിശോധിക്കുക, ഇയാൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്, അത് മലയാളമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതര സംസ്ഥാന ഭാഷയാണോ എന്നതടക്കം സൂചനകൾ നൽകേണ്ടതാണ്. പക്ഷേ ഒരു തരത്തിലും ഈ മോഷ്ടാവ് സംസാരിച്ചിരുന്നില്ല. അതായത് ബാങ്കിൽ എത്തിയതിനു ശേഷം മുഴുവൻ സമയവും ഈ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു ഉൾപ്പെടെയുള്ള ആംഗ്യ ഭാഷകൾക്ക് അതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിൽ ഒന്നും തന്നെ ഈ മോഷ്ടാവ് സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ഒരു ഭാഷ എന്താണെന്ന് സംബന്ധിച്ചൊന്നും തന്നെ ഉള്ള സൂചനകൾ പോലീസിനില്ല. പക്ഷേ കൃത്യമായി ഈ ബാങ്കിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതുകൂടി ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പ്രതി എവിടെ നിന്നാണ് വന്നത്, അതടക്കമുള്ള മോഷ്ടാവ് എവിടെ നിന്നാണ് വന്നത് അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാലക്കുടി പോലൊരു പ്രധാന നഗരത്തിൽ, അതായത് തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയപാതയിലെ ഒരു പ്രധാനപ്പെട്ട ഇടം, ഏറെ തിരക്കേറിയ ഒരിടം, ആ ചാലക്കുടിയിലെ കോട്ടയിലാണ് ഇത്തരത്തിൽ പകൽ സമയം ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ടൊരു മോഷണം നടന്നത് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂർ നഗരത്തിൽ 3 ATM കൗണ്ടറുകൾ കവരുന്നത്. ആ സമയത്ത് ഈ ATMൽ കവർച്ച നടക്കുമ്പോൾ അത് രാത്രികാലമായിരുന്നു, പുലർച്ചെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ഒരു പട്ടാപ്പകൽ എങ്ങനെ ഒരാൾക്ക് ബാങ്കിനകത്ത് കയറി ജീവനക്കാരെ ബന്ദിയാക്കിക്കൊണ്ട്, അത് മാത്രമല്ല സൂരജ്, ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു സാധാരണ ഇടങ്ങളിലേക്ക് തന്നെ ഹെൽമെറ്റ് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാൾ കയറിപ്പോയാൽ നമ്മൾ പതിവില്ലാതെ ഇതെന്താണ് ഇങ്ങനെയെന്ന് നോക്കും, അല്ലെ? സാധാരണക്കാർ പോലും നോക്കും. ബാങ്കിലേക്ക് പ്രത്യേകിച്ചും ഹെൽമെറ്റൊക്കെ ധരിച്ച് ഒരാൾ കയറി വരുന്നു, അതും ബൈക്കിലാകണം വന്നത്. ആ വിവരം ലഭിക്കുന്നുണ്ടോ? കാരണം ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തന്നെ ബൈക്കിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ ബൈക്ക് ഒരു സ്ഥലത്ത് വയ്ക്കണം, അത് കഴിഞ്ഞ് അങ്ങോട്ട് നടന്ന് കയറി പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ റോഡിലുള്ള ഏതെങ്കിലും CCTV ദൃശ്യമുണ്ടാകാം. ഒപ്പം തന്നെ ബാങ്കിനകത്ത് പലയിടങ്ങളിലൊക്കെ ക്യാമറകൾ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം, ഇയാളിലേക്ക് എത്താൻ, മോഷ്ടാവിലേക്ക് എത്താൻ ചെയ്യേണ്ട ഒരു കാര്യം ഈ CCTV പരിശോധിക്കുക എന്നത് തന്നെയാകുമല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ കണ്ടെത്തുക, പ്രതി കൂടുതൽ ദൂരം സഞ്ചരിക്കാതെ തന്നെ പ്രതിയെ കണ്ടെത്തുക എന്നുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിനുവേണ്ടി ഈ ബാങ്കിലെ മാത്രം CCTV ദൃശ്യങ്ങളല്ല, അതോടൊപ്പം തന്നെ പ്രതി വരാൻ സാധ്യതയുള്ള മേഖലകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതാണ് ആദ്യഘട്ടത്തിൽ ചാലക്കുടി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് ഈ മേഖലയിലേക്ക് എത്തിയതെങ്കിൽ ഇപ്പോൾ ചാലക്കുടി DYSP തന്നെ നേരിട്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ിരിക്കുന്നത്. ഈ ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിന് അനുബന്ധമായുള്ള CCTV ദൃശ്യങ്ങൾ, അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാങ്ക് റോബറി നടത്തിയതിനു ശേഷം ഈ പ്രതി എങ്ങോട്ട് കടന്നു എന്നതും അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഇയാൾ വന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. അത് ബാങ്കിലെ CCTV ദൃശ്യത്തിന്റെ സമയമടക്കം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മറ്റിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരു വശത്ത് ഈ ചാലക്കുടിയിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. മറുതലക്കലിൽ ആകട്ടെ ഈ കൂടുതൽ പോലീസുകാരെ, അതായത് ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ പോലീസുകാരെ അലേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ മോഷണം നടത്തി പ്രതി അധിക ദൂരം പോകാനിടയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് മറ്റിടങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നതിന് മുമ്പ് ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളെക്കടക്കം പോലീസിന്റെ ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാലക്കുടിയിൽ എന്ന് വേണ്ട, ചാലക്കുടിയും മലക്കപ്പാറയും ബന്ധിക്കുന്ന ആനമല റോഡിലടക്കം, അന്തർ സംസ്ഥാന പാതയാണ്, ആ റോഡിലടക്കം വിവിധ ഇടങ്ങളിൽ
പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ദേശീയപാതയിലും പോലീസിന്റെ ഹൈവേ പെട്രോളിംഗ് സംഘത്തെ അലേർട്ട് ചെയ്തിട്ടുണ്ട്. സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് യാത്ര പരിശോധിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രതി ഇരുചക്ര വാഹനത്തിലായിരിക്കാം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലെ നിഗമനം. അതുകൊണ്ടാണ് ഹെൽമറ്റ് ധരിച്ച് ഇതിനകത്തേക്ക് കയറിയത്. പക്ഷേ ഈ ഹെൽമറ്റ് ധരിച്ച ഒരാൾ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് അയാളെ തടയുന്നതിന് മുൻപ് തന്നെ ഈ കത്തി കാണിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ബാങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ജീവനക്കാരനും മാനേജറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ജീവനക്കാരന് നേരെയാണ് ആദ്യഘട്ടത്തിൽ ഈ മോഷ്ടാവ് കത്തി കാണിക്കുന്നത്. കത്തി കാണിച്ച് അയാളെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാനേജറെയും കീഴ്പ്പെടുത്തുന്നു. ഇരുവരെയും ബലമായി ബാങ്കിലേക്ക് കയറി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൃശൂർ പോട്ടിയിൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കിയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. പോലീസ് സംഘം സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്രമികൾ കത്തി കാണിച്ചുവെന്ന് പറയപ്പെടുന്ന ജീവനക്കാരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഈ കവർച്ച നടത്തിയത്. എന്നാൽ ഈ കവർച്ച സംഘത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് ബാങ്ക് ജീവനക്കാർ മൊഴി നൽകിയത്. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, പുറത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്കിൽ മറ്റ് ജീവനക്കാർ കഴിക്കാൻ പോയ സമയത്താണ്, ഉച്ച സമയത്താണ് ഈ മോഷണം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ സമയം ബാങ്കിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും ആകാം ഈ മോഷണം നടത്തിയത് എന്നാണ്. മോഷ്ടാവ് എത്തിയത് സ്കൂട്ടറിലാണെന്നും സ്കൂട്ടറിൽ നിന്നിറങ്ങി ഹെൽമറ്റും ജാക്കറ്റും ധരിച്ച് നേരെ ഫെഡറൽ ബാങ്കിലേക്ക് കയറുകയായിരുന്നു എന്നും സൂചനകളുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 ജീവനക്കാരുടെ മൊഴിയെടുത്തു. ആ സമയത്ത് അവരെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിൽ പൂട്ടിയിട്ടായിരുന്നു മോഷണം. ക്യാഷ് കൗണ്ടറിൽ നിന്നുള്ള പണമാണ് ഇയാൾ മോഷ്ടിച്ചത്. അതിനുശേഷം മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ഒന്നും ലഭിച്ചതായി സൂചനകൾ വരുന്നില്ല. പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി, ആ സമയത്ത് അവിടെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ട ശാഖ തന്നെയാണ് പോട്ടയിലെ, ചാലക്കുടിക്ക് അടുത്തുള്ള പോട്ടയിലാണ് ഈ ബാങ്കിൻ്റെ പ്രധാന ശാഖയുള്ളത്. അവിടെ കസ്റ്റമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. കൂടുതൽ ജീവനക്കാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. മാനേജറും മറ്റൊരു ജീവനക്കാരനും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ മുഖംമൂടി ധരിച്ച് ജാക്കറ്റ് ധരിച്ച് എത്തിയ അക്രമി ഒന്നും സംസാരിച്ചില്ല. കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നു, മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു, മോഷണം നടത്തുന്നു, കടന്നു കളയുന്നു. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പട്ടാപ്പകൽ ബാങ്കിൽ ഇതുപോലെ ഒരു മോഷണം കേരളത്തിൽ ഇടയ്ക്കിടെ മാത്രം സംഭവിക്കുന്നു. ഇത്ര വലിയൊരു മോഷണം ഇതുപോലെ ബാങ്കിനുള്ളിൽ സംഭവിച്ച ചരിത്രം നമുക്ക് വളരെ കുറവാണ്. ATM സെന്ററുകളൊക്കെ തകർത്ത് മോഷണം നടത്തുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ അത്തരം റിപ്പോർട്ടുകൾ കാണാറുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ശാഖ, പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ശാഖയിൽ നിന്നാണ് ഇപ്പോൾ പട്ടാപ്പകൽ ഇയാൾ മോഷണം നടത്തിയിട്ടുള്ളത്.